ഒരച്ഛനെ പോലെയാണടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു. പറയൂ, നീയും അവളും തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ചേട്ടാ, നിന്നെയും അവളെയും പേപ്പട്ടിയെപ്പോലെ വെടിവെച്ചു കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത... ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ആവശ്യമുള്ള പണം ഞാൻ തരാം. അല്ലെങ്കിൽ എന്നെ നീ കൊന്നോളൂ. ഇതാ. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ചേട്ടാ. ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മഠേനാക്കാൻ ശ്രമിക്കുകയാണോ? അവൻ എന്റെ സമ്മതിച്ചെന്നാണ്. അവനാണ് എന്നെ... സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ... അയ്യോ, ഇവന്റെ തന്താരാടി അവനല്ലേ? കാപ്പി. മേലാൽ നീ എന്റെ അടുത്ത് വരരുത്. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിത്തിങ്. ഗെറ്റ് ഔട്ട്. കുഞ്ഞേ, എന്താ കുഞ്ഞേ ഇതൊക്കെ? ബാബു കുഞ്ഞ് എവിടെ പോയി? എന്തുണ്ടായി കുഞ്ഞേ? ഒന്നുമില്ല നാനിയമ്മേ, ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. സജിമോനെ, ലീനമോളെ, എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ് മമ്മി. മമ്മി എവിടെ നാണിയമ്മേ? മമ്മിക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? ഏതാണ്ട് പനിയാണെന്നാ തോന്നണത്. സജി വാ, മമ്മിക്ക് എന്താണെന്ന് നോക്കാം.
മമ്മി മമ്മിക്ക് എന്താ അസുഖം? പനിയാണോ മമ്മി? ഇല്ല മോളെ. പിന്നെ എന്തിനാ മമ്മി കരയുന്നത്? ഒന്നുമില്ല. കുഞ്ഞെ, കാപ്പി ഇപ്പൊ വേണ്ട നടിയമ്മേ. കുട്ടികളെ ഒരിക്കൽ സ്കൂളിൽ വിടാൻ നോക്ക്. ചെല്ലു മക്കളെ. വാ. കാപ്പി ഇവിടെ ഇരിക്കുന്നു. ഹലോ, IG ഓഫീസല്ലേ? SP ബാലചന്ദ്രനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്തു തരൂ. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് നല്ല സുഖമില്ല. 2 മാസം ലീവ് വേണമായിരുന്നു. ലീവ് ലെറ്റർ ഞാൻ ഉടനെ അയച്ചേക്കാം. താങ്ക് യു സർ. ചിറ്റപ്പനെ മുറിയിൽ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആ, വല്ലയിടത്തും പോയതായിരിക്കും. നമ്മളോട് പറയതല്ലേ പോയത്. ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല. ഞാനും മിണ്ടത്തില്ല. തല്ലി വീക്കടാ. അല്ല, ഇതാര് കുമാരനോ? പിന്നെ ജയിലിലൊന്നും പോയില്ലേ? ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ? പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക. അല്ല, അമ്മാവനോ? കണ്ടിട്ട് വളരെക്കാലമായല്ലോ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് കാണാൻ തോന്നി. വീട്ടുകാർക്ക് എവിടെ? വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട്. നല്ല സുഖമില്ലാതിരിക്കുകയാണ്. ഇവൻ ഇവിടെ മനസ്സിലായില്ലേ? എന്റെ മോള് ഉഷ. നീ കാണുമ്പോ അവൾ ഇത്രേ ഉള്ളു. ആ, അമ്മാവൻ ഇരിക്കൂ. ഇരിക്കൂ അമ്മായി. എന്നോട് എന്താ ബാലേട്ടൻ ഇരിക്കാൻ പറയാത്തത്? ഉഷയും ഇരിക്കൂ. നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ്? അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ. എന്തിനാ? ഒന്നും പറയണ്ട ബാല. ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ. ഇനിയിപ്പോ ബാംഗ്ലൂരിൽ ഒരു കുറിക്കമ്മി തുടങ്ങാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ബാലേട്ടൻ ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഞാൻ 2 മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. റിയലി? യെസ്. ഓ ഫൈൻ. ബാലേട്ടന് എത്ര കുട്ടികളാണ്? 3. ഒരു പെണ്ണും 2 ആണും. ബാലേട്ട, ഇനി നിർത്തണം കേട്ടോ. പോടി, നിനക്ക് തമാശ പറയാൻ കൊണ്ട് ആള്. അവള് കൊച്ചു കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയുമോ? കുമാര, ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ. ഞങ്ങൾ എന്ന് ഇന്ദുവിനെ കണ്ടിട്ട് വരാം. സുഖമില്ലാതെ കിടക്കുകയല്ലേ. മോള് വാ. വേണ്ട 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 വേണ്ട, ശരീരം അനക്കണ്ട, കിടന്നോളൂ. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും. ഇവളുടെ അച്ഛൻ ബാലന്റെ അമ്മാവനാ. അമ്മാവൻ? മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ്. ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരിൽ ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ. പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ. എന്താ പേര്? ഉഷ. ആണായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ. മഹാകുസൃതിയാ.
നല്ല വിളർച്ചയുണ്ടല്ലോ. എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ? ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ആ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോ. ഇവിടത്തെ സകല കാര്യങ്ങളും മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം. മോളെ എഴുന്നേക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ആ, ഞങ്ങൾ താഴെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാ മതി. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യും. ആര്യന്തരോട് ഒരു 10,000 രൂപ കടം വാങ്ങി. എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം. പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അതറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവരോട് ഇത്രയേറെ പറയുന്നത്? പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ. ആ, നിന്റെ മോളല്ലേ? താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അകത്ത് പോയി 2 കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കുലപ്പുള്ളിയാ. 2 എണ്ണത്തിനെ തട്ടിയവനാ. 3ാമത്തേലും നോക്കി നടക്കുക. കേട്ടോ ബാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. നേരോ? യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ ബാലേട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ് നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞ്. ഓ, കേട്ടോ ബാലേട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്. ആ വേരാജ വേ 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വരിയിട്ടും. വാ 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 വാ. ആ വേരാജ വേ 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. വാ 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 വാ, നോക്കി നിൽക്കാറ. വാ വെയ് വെയ് വെയ്. ആ വേരാജ വെയ് ബൈ. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്കാം. അമ്മയും മോളും തനിച്ചുള്ള ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനെ ആ മതാമ്മയുടെ കണ്ടിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. റപ്പായി ഇവിടെ. ഞാൻ എല്ലാ കൊല്ലം ഇവിടെ കിലുക്കിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവും ഇവണൊന്നും പേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? നമ്മുടെ ഒരു നാട്ടുകാരല്ലേ?
മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈയുടെ അളവൊന്ന് നോക്കാം. നിന്റെ കയ്യിൽ നിന്ന് വിടാൻ. രാജകുമാരി വന്നിരിക്കുന്നു. എടാ, നിന്റെ കയ്യൊക്കെ തന്നെ ഉരുകിപ്പോകും. എടാ, പെട്ടെന്ന് കയ്യിൽ പിന്നെ കാണുമല്ല റപ്പായി പിടിച്ചാൽ പിടിച്ചു തന്നെ. കയ്യിലോട്ടോ നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. കുഞ്ഞെ ഇയാള് ഞങ്ങളുടെ കാര്യമല്ല. വിടാ, വീട്ടിലെ നീ എന്ത് ചെയ്യും? മോന് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവനെന്റെ മോടെ മാനം കെടുത്തിയേനെ. നിങ്ങളിവിടെ ആണുങ്ങളാരുമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ എനിക്ക് വേണ്ട. വാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണിയരാം. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ. കുഞ്ഞിനെന്ത് പരിചയമുണ്ടാ? അമ്മച്ചൊന്ന് ചുമ്മായിരി. 10 ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം.